ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. മൊട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തുവിൻ. ഈ ഒരു ചെറിയ വാക്യത്തെ ആസ്പദമാക്കി കുറേയേറെ കാര്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി. ജയത്തിൻ്റെ കൊടി, സ്നേഹത്തിൻ്റെ കൊടി, സത്യത്തിൻ്റെ കൊടി, ഇങ്ങനെ അനേകം കൊടികളെക്കുറിച്ച് നാം വേദപുസ്തകത്തിൽ ചിന്തിക്കുകയുണ്ടായി. കൊടി ഉയർത്തുക എന്ന് പറയുന്നത് ജയത്തിൻ്റെ അടയാളമാണ്. കൊടി ഉയർത്തുക, ജയിക്കുമ്പോഴാണ് കൊടി ഉയർത്തുക. ഏതെങ്കിലും തരത്തിൽ മരണമോ പരാജയമോ വന്നാൽ സംഭവിക്കുന്നത് കൊടി താഴ്ത്തിക്കെട്ടും, കൊടി ഉയർത്തിക്കെട്ടുകയില്ല. രാഷ്ട്രങ്ങളിലെല്ലാം അങ്ങനെയാണ്. ഏതെങ്കിലും രാഷ്ട്ര തലവന്മാരാരെങ്കിലും മരിച്ചാൽ അല്ലെങ്കിൽ വലിയ അനർത്ഥം ദേശത്ത് സംഭവിച്ചാൽ കൊടി താഴ്ത്തിക്കെട്ടും. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, കൊടി ഉയർത്തുവീൻ, മൊട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തുവീൻ. മൊട്ടക്കുന്നാണ്, ആരും തിരിഞ്ഞു നോക്കാത്ത കുന്നാണ്. അവിടെ ഒരു ചെറിയ ചെടിയുടെ നാമ്പ് പോലും കാണാനില്ല, വെറും മൊട്ടക്കുന്ന്. പക്ഷേ ആ മൊട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്താൻ കർത്താവ് പറയുന്നു. ഇത് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് പല പല കാര്യങ്ങൾ നമ്മൾ മനസ്സിലേക്ക് വരും. കൊടി ഉയർത്താൻ, പരീക്ഷയ്ക്ക് പഠിക്കുന്നൊരു കുട്ടി, പക്ഷേ പരീക്ഷ പാസ്സായില്ല, കൊടി താണുപോയി. എന്നാൽ അവിടെ കൊടി ഉയർത്താൻ കർത്താവ് പറയുന്നു, കൊടി ഉയർത്താം. ഈ ഓരോ പരാജയവും വിജയത്തിൻ്റെ ചവിട്ടുപടിയായിട്ട് കണ്ടാൽ മാത്രം മതി. ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. പരീക്ഷയ്ക്ക് പഠിച്ചു, കഠിനാധ്വാനം ചെയ്തു, ആത്മാർത്ഥമായിട്ട് പഠിച്ചു, പക്ഷേ വിജയിക്കാൻ പറ്റിയില്ല. നിരാശ വരേണ്ട കാര്യമില്ല. ഇംഗ്ലീഷിൽ പറയുമല്ലോ, ഈ ഫെയിലിയേഴ്സ് ആർ ദി സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ടു സക്സസ്. ഫെയിലിയേഴ്സ്, പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. ഫെയിലിയേഴ്സ് ആർ ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ടു സക്സസ്. വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. അങ്ങനെ വേണം നാം ഓരോ പരാജയത്തെയും കാണാൻ. ഒരിക്കലും നാം തളരരുത്, കൊടി ഉയർത്താം. പരാജയപ്പെട്ടവരാണ് നമ്മൾ പലരും പല പല കാര്യങ്ങളിൽ. ചിലപ്പോൾ ഒരു വിവാഹം നടന്നു, ഒരു കുഞ്ഞിനെ കാണാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ഒരു ഓമന കുഞ്ഞിനെ പോറ്റാനും വളർത്താനും വാത്സല്യിക്കാനും ഒന്നും ഇതുവരെ സാധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും വേദനയാണ്, അതൊരു ഭാരമുള്ള കാര്യമാണ്. പക്ഷേ കർത്താവ് പറയുന്നു, പല പ്രാവശ്യം നിങ്ങൾ പല ചികിത്സകൾ ചെയ്തിട്ട് സാധിക്കുന്നില്ലെങ്കിലും ഇപ്പോൾ നിങ്ങൾ കൊടി ഉയർത്തുകയും, മൊട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തുകയും. ഇത് പ്രാർത്ഥിച്ച് വിശ്വാസത്താലാണ് കൊടി ഉയർത്തുന്നത്. വിശ്വാസത്തോടെ എൻ്റെ ദൈവം എനിക്കത് കാര്യം സാധിപ്പിച്ചു തരും. ഇതാണ് വിശ്വാസം. എനിക്ക് സാധ്യമല്ല, എന്നെക്കൊണ്ട് അസാധ്യമാണ്, പക്ഷേ സ്വർഗത്തിലെ ദൈവം എനിക്ക് കാര്യം സാധിപ്പിക്കും. ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും, ദൈവം എനിക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കും. അത് വാസ്തവത്തിൽ വലിയൊരു ഭാഗ്യമാണ്. നിരാശ വരില്ല, ഇൻഫീരിയോറിറ്റി ഫീലിംഗ് വരില്ല, ഈ അപകർഷതാബോധം വരില്ല. അപകർഷതാബോധം വരരുത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, കൊടി ഉയർത്താം, കൊടി ഉയർന്നു തന്നെ നിൽക്കണം. എങ്ങനെയാണ് കൊടി ഉയർത്താൻ സാധിക്കുക? ബിസിനസ്സിൽ പരാജയപ്പെട്ടവരുണ്ട്, വലിയ കഷ്ടങ്ങളും നഷ്ടങ്ങളും വന്നവരുണ്ട്, അവരുടെ ജീവിതത്തിൽ വലിയ കടം വന്ന് കൂടിയതുകൊണ്ട് മനസ്സ് പതറിയിരിക്കുന്നവരുണ്ട്, ചില പ്രായോഗികമായ ജീവിതകാര്യങ്ങളിൽ പരാജയപ്പെട്ടവരുണ്ട്, പ്രിയപ്പെട്ടവരുള്ളതായ സ്നേഹബന്ധത്തിൽ പരാജയപ്പെട്ടവരുണ്ട്, അമ്മയും മരുമോളും തമ്മിലുള്ളതായ സ്നേഹബന്ധത്തിൽ പരാജയപ്പെട്ടവരുണ്ട്, അമ്മയെ സ്വന്തം അമ്മയെ പോലെ കാണാൻ പറ്റാത്തതിൽ പരാജയപ്പെട്ടവരുണ്ട്. പരാജയങ്ങളാണ് പലപ്പോഴും നമുക്ക് ഇന്ന് ഓർക്കാൻ പറ്റുന്നത്. പല പരാജയങ്ങൾ, പല തോൽവികൾ നമുക്കെല്ലാം ഉണ്ട്. ഓരോ തരത്തിലുള്ളതായ തോൽവികളുണ്ട്. ചിലർ ഒരിക്കലും മുഖം തെളിയാത്ത വിധത്തിൽ ഇങ്ങനെ മ്ലാനവതൻ്റായിട്ടിരിക്കുന്നത് കാണാം. മ്ലാനത തളം കെട്ടി നിൽക്കുന്നു. പലരുടെയും ഹൃദയത്തിൽ മ്ലാനതയുണ്ട്. ചിന്തിച്ച് നോക്കിയാൽ വലിയ കാര്യമൊന്നും പറയാനില്ല, വലിയ കേടൊന്നുമില്ല, ജീവിക്കാൻ മാർഗമുണ്ട്, വരുമാനമുണ്ട്, വീടുണ്ട്, സൗകര്യമുണ്ട്, നല്ല ഭർത്താവുണ്ട്, അല്ലെങ്കിൽ നല്ല ഭാര്യയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരു അസംതൃപ്തി, എന്തോ ഒരു പോരായ്മ, എന്തോ ഒരു പരാജയം, എന്താണെന്ന് അറിയാൻ പാടില്ല, എന്താണ് തന്നെത്താനും മനസ്സിലാകുന്നില്ല, ഏതോ ഒരു അസംതൃപ്തി. നമ്മൾ പലരുടെയും ജീവിതത്തിലുള്ളൊരു കുഴപ്പമാണത്, അസംതൃപ്തി. ചിന്തിച്ച് നോക്കിയാൽ അസംതൃപ്തിക്ക് യാതൊരു കാരണവുമില്ല. എല്ലാം ഉണ്ട്, സുഖമായിട്ട് ജീവിച്ചു പോകാവുന്ന ചുറ്റുപാടുകളെല്ലാം ഉണ്ട്. എന്നാൽ ഈ അസംതൃപ്തികളെല്ലാം നമ്മുടെ ജീവിതത്തെ തകർക്കുകയും ഉലയ്ക്കുകയും നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനോവീര്യം കെടുത്തുന്നു, നമ്മുടെ ഉത്സാഹം കെടുത്തുന്നു, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ കേടുവരുത്തുന്നു. ഒരു മുന്നേറ്റം കിട്ടുന്നില്ല, മുന്നോട്ട് ഒരായം കിട്ടുന്നില്ല.
ഇല്ല, അങ്ങനെയല്ലേ? പലർക്കും അങ്ങനെയാണല്ലോ, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ ചില തടസ്സങ്ങൾ, എന്താണെന്നറിയാനും വയ്യ. എന്തൊക്കെയോ ചില തടസ്സങ്ങൾ, ആകെ ഒരു അസ്വസ്ഥതയാണ്, മനസ്സിനാകെ ഒരു അസ്വസ്ഥത. അങ്ങനെയല്ലേ പലരും? മനസ്സിന് ഇന്നതെന്ന് പക്ഷേ വിവേചിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ചില അസ്വസ്ഥതകൾ നമ്മെ പലരെയും വലയം ചെയ്യുന്നു. ഈ അസ്വസ്ഥതകളെല്ലാം ഇതെല്ലാം മൊട്ടക്കുന്നിൻ്റെ അനുഭവമാണ്. എന്നാൽ അവിടെയെല്ലാം കൊടി ഉയർത്താമെന്നാണ് കർത്താവ് പറയുന്നത്. സ്നേഹത്തിൻ്റെ കൊടി ഉയർത്താം. സ്നേഹം എല്ലാറ്റിനെയും മൂടും. നമ്മുടെ ജീവിതത്തിൽ ഈ സ്നേഹം ഉണ്ടെങ്കിൽ എല്ലാത്തിനും പരിഹാരമുണ്ട്. എന്തെങ്കിലും ഇത്തിരി പൈസയ്ക്ക് കുറവുണ്ടായാലും, അല്ല ആഹാരം അത്ര തന്നെ രുചികരമായി ഇല്ല എങ്കിൽ പോലും, പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ, എന്നാൽ പോലും സ്നേഹം ഉണ്ടെങ്കിൽ പരിഹാരമുണ്ട്. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ മോൻ അല്ലെങ്കിൽ മോള് പരീക്ഷയ്ക്ക് പഠിക്കുന്നു. അവൾ കൊച്ചുകുട്ടിയാണ്. അവൾ നന്നായിട്ട് പഠിച്ചു. പക്ഷേ പരീക്ഷയിൽ ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയില്ല. മനസ്സ് പതറിയാണ് പാവം കുട്ടി വരുന്നത്. മാർക്ക് ഉദ്ദേശിച്ച് കിട്ടിയില്ല. അവൾക്ക് നിരാശയുണ്ട്. പക്ഷേ അപ്പനോ അമ്മയോ അവൾ പറയുകയാണ്, നിന്നെ എന്ത് ചെയ്താലും ശരിയാവില്ല, നീ എന്തായാലും പഠിക്കില്ല, നിനക്ക് ബുദ്ധിയില്ല, നീ കഴുതിയാണ് എന്നൊക്കെ അപ്പനും അമ്മയും പറയുകയോ അവളെ തല്ലുകയോ ചെയ്താൽ എന്തൊരു നഷ്ടമാണത്. ഒരിക്കലും ചെയ്യരുത്. അവിടെ സ്നേഹത്തിൻ്റെ കൊടി ഉയർത്തണം. സ്നേഹം എവിടെ ആരെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നുവോ, ഒരു ദൈവതൈതൽ ചെയ്യേണ്ടത് അവിടെ സ്നേഹത്തിൻ്റെ കൊടി ഉയർത്തുക എന്നുള്ളതാണ്. സ്നേഹത്തിൽ എല്ലാം ശരിയാകും. സ്നേഹം നമ്മുടെ കുടുംബജീവിതം അഭിവൃദ്ധിപ്പെടാനും അതുതന്നെയാണ് മാർഗം. കുടുംബത്തിൽ 5 or 6 പേര് അല്ലെങ്കിൽ 4 or 5 പേരുള്ള ഒരു ചെറിയ കൊച്ചു കുടുംബം, ആ കുടുംബത്തിൽ ഐക്യം പുലരണം. ഐക്യം, സ്നേഹം, ഒരു മനസ്സായിരിക്കണം. പരസ്പരമുള്ളൊരു വിശ്വാസം വേണം, പരസ്പരമുള്ള സ്നേഹം വേണം. സ്നേഹത്തിൻ്റെ കൊടി ഉയർത്തണം. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നു. അവൻ എൻ്റെ മീത് പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. സ്നേഹത്തിൻ്റെ കൊടിയാണ് പിടിച്ചിരുന്നത്. ക്രിസ്തു എന്നെ ക്രിസ്തുവിൻ്റെ വിരുദ്ധഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നു എന്നാണ് പറയുന്നത്. നമുക്ക് ഇത് കണ്ട പുസ്തകത്തിൽ നമുക്ക് വായിക്കുന്നുണ്ട്. വായിച്ച ഭാഗം വായിക്കാം. വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എന്നെ സ്നേഹത്തിൻ്റെ കൊടി പിടിച്ചാണ് കൊണ്ടുവന്നത്. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു. എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. മീതെ അവൻ കൊടി പിടിച്ചാണ് കൊണ്ടുവന്നത്. സ്നേഹം എന്നെ വീഞ്ഞു വീട്ടിലേക്ക് വിരുന്ന് ഭവനത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ആനന്ദത്തിൻ്റെ ലഹരിയുള്ളതായ സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. ആനന്ദത്തിൻ്റെ ആ സവിശേഷതകളുള്ള ഭവനത്തിലേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ഇന്ന് നമ്മുടെ വീട് മ്ലാനതയുള്ളതാണ്. വീട് ആകെ ഒരു അസ്വസ്ഥമായ അന്തരീക്ഷം. നിങ്ങൾ പണ്ട് കാലത്തൊക്കെ ഈ അടുപ്പിൽ വിറക് വെച്ച് കത്തിക്കുന്ന കാലത്തൊക്കെ അടുക്കളയിൽ ചിലപ്പോഴേക്കും അവിടെ മുഴുവൻ പുക, ഭയങ്കരമായി പുക. അവിടെ നിൽക്കാൻ പറ്റില്ല. ആ പുക ഇങ്ങനെ അവിടെ വ്യാപിച്ച് കാണും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ശ്വാസം മുട്ടൽ തോന്നും. ശ്വാസം മുട്ടുന്നത് അവിടെ നിന്ന് കടന്നു പോയാൽ മതി, എങ്ങനെയെങ്കിലും കടന്നു പോയാൽ മതി. ജനലുകൾ തുറന്നിട്ടു, വാതിലുകൾ തുറന്നിട്ടു, പക്ഷേ പുക പോകുന്നില്ല. ഈ പുക പിടിച്ച അടുക്കള പോലെ നമ്മുടെ പലരുടെയും ഹൃദയം പുക പിടിച്ചിരിക്കുകയാണ്. അത് പലതരത്തിലുള്ള പുകകളാണ്. നിരാശയുടെ ആയിരിക്കാം, അല്ലെങ്കിൽ കോപത്തിൻ്റെ ആയിരിക്കാം, വാശിയുടെ ആയിരിക്കാം, വൈരാഗ്യത്തിൻ്റെ ആയിരിക്കാം, പരസ്പര സ്പർദ്ധയുടേതായിരിക്കാം. ഏതെല്ലാമോ ചില പുകകൾ പിടിച്ചിരിക്കുന്നു. നമ്മുടെ പലരുടെയും ഹൃദയം അങ്ങനെയാണ്. ഹൃദയം പുക പിടിച്ചിരിക്കുന്ന അനുഭവം. ആ പുക പിടിച്ചിരിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് വേറൊരാൾ, ഒരു അതിഥി വന്നാൽ ആൾക്ക് ശ്വാസം മുട്ടലുണ്ടാകും. ഒരു വിരുന്നുകാരൻ വന്നാൽ. പക്ഷേ അവർ വിരുന്നുകാരനൊന്നും അറിയിക്കാതെ നമ്മൾ കുറച്ച് പുഞ്ചിരിക്കുകയും ചിരിക്കുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യും. അവിടെ വീട്ടിൽ ആലോചനയുണ്ടെന്ന് ആരും അറിയില്ല. പക്ഷേ അന്തരീക്ഷം മുഴുവൻ പുകപടലമായിരിക്കും. അന്തരീക്ഷം മുഴുവൻ നമ്മൾ പലരുടെയും ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അന്തരീക്ഷം മുഴുവൻ പുകപടലം പിടിച്ചിരിക്കുന്നു. സ്നേഹത്തിൻ്റെ അഭാവമാണത്. സ്നേഹത്തിൻ്റെ അഭാവം. നിങ്ങളൊരു കാര്യം ചിന്തിക്കൂ. സ്നേഹത്താൽ ഏത് പ്രശ്നത്തെയും നമുക്ക് നേരിടാം. സ്നേഹത്താൽ ഏത് പ്രതിസന്ധിയെയും നമുക്ക് നേരിടാം. സ്നേഹം എന്ന് പറഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും ക്ഷമയുണ്ട്. ക്ഷമിക്കും. തെറ്റായിട്ട് കാണുകയില്ല. വേദപുസ്തകം പറയും, 1 Corinthians 13 പറയും, സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് ഒരു അധ്യായമാണ് 1 Corinthians 13. അതിൽ പറയുന്നത് സ്നേഹം അകൃത്യം കണക്കിടുന്നില്ല. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. അത് വളരെ ശ്രദ്ധേയമായ വാക്യമാണ്. ഒരാളുടെ തെറ്റായിട്ട് തോന്നുകയില്ല. നാം സ്നേഹിക്കുന്നയാളുടെ തെറ്റ് നമുക്ക് തെറ്റായി തോന്നുകയില്ല. നമുക്കൊരാളുടെ സ്നേഹമുണ്ടെങ്കിൽ ആ ആളോട് നമുക്ക് ഒരു ഇഷ്ടക്കുറവ് തോന്നുകയില്ല. കാരണം ആൾ ചെയ്യുന്ന തെറ്റായിട്ട് തോന്നുകയില്ല. പറ്റിയെന്ന് വരും, പക്ഷേ അത് തെറ്റായിട്ട് നമുക്ക് തോന്നുകയില്ല. സ്നേഹം എല്ലാറ്റിനെയും മൂടും. സ്നേഹം എല്ലാറ്റിനെയും കവർ ചെയ്യും.
സ്നേഹം എല്ലാറ്റിനെയും മുഴുവനായി ആച്ഛാദനം ചെയ്തു തരും, എല്ലാം മൂടി പൊതിഞ്ഞു തരും. സ്നേഹത്താൽ നമ്മുടെ ജീവിതം അനുഗ്രഹീതമായി തീരണം. നമ്മുടെ പലരുടെയും ജീവിതത്തിൽ അതില്ല. പല വീടുകളിലും ഇന്ന് പൊട്ടലും ചീറ്റലും എല്ലാം ഉണ്ടാകുന്നു. പല വീടുകളിലും എന്താണ്, ഭാര്യ പറയുന്നത് ഭർത്താവിനെ ഇഷ്ടപ്പെടുന്നില്ല, വേണ്ടതിനൊന്നുമല്ല പറഞ്ഞത്, അദ്ദേഹം അതങ്ങ് സ്വീകരിച്ചാൽ മതിയായിരുന്നു. അല്ല, ഭർത്താവ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അത് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല, എന്നോട് ചോദിച്ചില്ല, എൻ്റെ അഭിപ്രായം അറിഞ്ഞില്ല. ഇങ്ങനെയെല്ലാമുള്ള വളരെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു. ഈ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ആവശ്യമില്ല. സ്നേഹം ഉണ്ടെങ്കിൽ എല്ലാം മാറും. ദൈവത്തിന് സ്തോത്രം. 13 അധ്യായം നോക്കി, 1 കൊരിന്ത്യർ 13 അധ്യായം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. ഈ വലിയ ആത്മീയ നിലവരം കൊണ്ട് പ്രസംഗിക്കാനറിയാം, പ്രവചനം വരവുണ്ട്, അന്യഭാഷയുണ്ട്, ദൂതന്മാരുടെ ഭാഷ എനിക്കറിയാം. ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരു പ്രയോജനമില്ല. സ്നേഹമില്ലെങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. സ്നേഹമില്ലെങ്കിൽ ഇതെല്ലാം വെറുതെയാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കും, അന്യഭാഷയിൽ പാട്ടുപാടും, സ്വർഗീയ ഭാഷയിൽ പാട്ടുപാടും, സ്വർഗീയ ദൂതന്മാരുടെ ഭാഷയിൽ പാട്ടുപാടും, ഇതെല്ലാം ഉണ്ട്. അതെല്ലാം ദൈവം തരുന്ന കൃപയാണ് താനും. പക്ഷേ സ്നേഹമില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. അടുത്തത്, എനിക്ക് പ്രവചനവരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതല്ല അന്നദാനം ചെയ്താലും, എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും, എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്യുന്നു, ഞാൻ സാധുക്കളെ സഹായിക്കുന്നു, പല അനുഗുണ പ്രവൃത്തികൾ ചെയ്യുന്നു, അതെല്ലാം സ്നേഹമാണെന്നാണ് ഞാൻ ധരിച്ചത്. പക്ഷേ ഇല്ല, ഹൃദയത്തിൽ സ്നേഹമല്ല. മനുഷ്യരുടെ പ്രീതിക്ക് വേണ്ടിയാണത്. മനുഷ്യ മുമ്പിൽ വിളങ്ങുന്നതിന് വേണ്ടിയാണ്, മനുഷ്യ മുമ്പിൽ ഞാൻ ആദരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്, മനുഷ്യ മുമ്പിൽ എനിക്ക് റെക്കഗ്നീഷൻ കിട്ടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എനിക്ക് എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും, പ്രവചനം ഉണ്ടായാലോ പ്രവചനം പറയും, പക്ഷേ സ്നേഹമില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. പ്രവചനം പറയുന്നത് ശരിയായിരിക്കും താനും, പക്ഷേ പ്രവചനം വരെ ഉണ്ടെങ്കിൽ പോലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനമില്ല. പക്ഷേ രോഗമുണ്ടെന്നിരിക്കട്ടെ, ശരീരത്തിൽ രോഗമുണ്ട്, പലപ്പോഴും അസഹ്യമായ വേദനയാണ്, ശ്വാസം മുട്ടലായിരിക്കും, ചിലപ്പോൾ ആസ്മ എന്ന് പറയുന്നത് പോലെ ആസ്മയായിരിക്കും, വലിവിൻ്റെ അസുഖമായിരിക്കും, ശ്വാസം കിട്ടാൻ വിഷമിക്കുകയായിരിക്കും, ഓക്സിജൻ കിട്ടാൻ വിഷമിച്ച് ഇങ്ങനെ പാവം വലിക്കുകയായിരിക്കും. പക്ഷേ അപ്പോഴും ഉള്ളിലൊരു ശാന്തത ഉണ്ടായിരിക്കും. സ്നേഹം ആ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും വളർന്നുകൊണ്ടിരിക്കണം, എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കണം. സ്നേഹം കത്തിക്കൊണ്ടിരിക്കണം, സ്നേഹത്തിൻ്റെ തീ കത്തിക്കൊണ്ടിരിക്കണം. സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രശ്നത്തെയും നമുക്ക് നേരിടാൻ സാധിക്കും. എന്തെല്ലാം പോരായ്മയുണ്ടെങ്കിലും, ഏതെല്ലാം തരത്തിൽ നമുക്ക് ചില കുറവുകളുണ്ടെങ്കിലും, നമുക്ക് ഏതെല്ലാം ചില കാര്യങ്ങളിൽ നമുക്ക് ഇല്ലായ്മകളുണ്ടെങ്കിലും പേടിക്കണ്ട. സ്നേഹമുണ്ടെങ്കിൽ എല്ലാറ്റിനും പരിഹാരമായി. ദൈവത്തിന് സ്തോത്രം. എല്ലാം പൊറുക്കുന്നു, എല്ലാം സഹിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു. സ്നേഹം ചേർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, സ്വന്തം കാര്യം മാത്രം നോക്കുകയില്ല. സ്നേഹം മറ്റുള്ളവരെല്ലാം ശ്രേഷ്ഠരായിട്ട് എണ്ണും. ആരെക്കുറിച്ചും നമുക്കൊരു ചീത്ത അഭിപ്രായം ഉണ്ടാവുകയില്ല. ചീത്തയാണോ അല്ലയോ എന്ന് ഞാൻ നോക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ നാം ചിന്തിക്കേണ്ടതാണ്. ആരുടെയും സ്വഭാവം നല്ലതാണോ ചീത്തയാണോ നോക്കാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടില്ല. ഞാൻ അതിൻ്റെ വിഷയമല്ല. ഞാൻ സ്നേഹിക്കുക മാത്രം ചെയ്യും. ഇതായിരിക്കും നമ്മുടെ കാഴ്ചപ്പാട്. ഞാൻ അവരെ ശ്രേഷ്ഠരായിട്ട് എണ്ണും. ആരെയും ഒരുപക്ഷെ നമ്മുടെ അഭിപ്രായത്തോട് യോജിക്കാത്തവരെ പോലും നാം ശ്രേഷ്ഠരായിട്ട് എണ്ണും. ഇതാണ് ആത്മീയം. ശ്രേഷ്ഠരായിട്ട് എണ്ണും. നമ്മുടെ അഭിപ്രായത്തോട് യോജിക്കുന്നില്ലായിരിക്കും, ചിലപ്പോൾ നമ്മെ വെറുക്കുന്നവരായിരിക്കും, പക്ഷേ അവരിലും ചില നന്മകൾ കാണുമല്ലോ, അവരെ ശ്രേഷ്ഠരായിട്ട് എണ്ണുന്നു. എപ്പോഴും നിങ്ങൾ ഓർത്തുകൊള്ളൂ, ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ ഒരു ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ സ്ഥാപനത്തിൽ അവിടെയുള്ളവരെ എല്ലാവരെയും നിങ്ങൾ മാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. അവിടെയുള്ളവരെ എല്ലാവരെയും ശ്രേഷ്ഠരായിട്ട് എണ്ണണം, എല്ലാവരെയും ആദരിക്കണം, എല്ലാവരെയും നമ്മേക്കാൾ ഭേദപ്പെട്ടവരായിട്ട് നാം കാണണം, നമ്മേക്കാൾ നല്ലവരായിട്ട് കാണണം. അവരുടെ തെറ്റൊന്നും നാം കാണരുത്. എപ്പോഴും ഈ ഒരു പ്രമാണം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഞാൻ മറ്റുള്ളവരുടെ തെറ്റ് കാണുകയില്ല, എൻ്റെ തെറ്റ് മാത്രം ഞാൻ കാണും. മറ്റുള്ളവരുടെ തെറ്റ് ഞാൻ കാണുകയില്ല, എൻ്റെ തെറ്റ് മാത്രം ഞാൻ കാണും. എൻ്റെ നന്മയൊന്നും കാണുകയില്ല, മറ്റുള്ളവരുടെ നന്മ ഞാൻ കാണും. നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് ജീവിതത്തിൽ ജയം കിട്ടാനുള്ള മാർഗം. മറ്റുള്ളവരുടെ തെറ്റ് ഞാൻ കാണുകയില്ല, ഞാൻ നോക്കുകയില്ല, ഞാൻ അന്വേഷിക്കുകയില്ല. എൻ്റെ തെറ്റ് എന്തെങ്കിലും ഉണ്ടോ അത് ഞാൻ അന്വേഷിക്കും. അതെനിക്ക് പ്രധാന വിഷയമായിരിക്കും. വേറൊന്ന്, മറ്റുള്ളവരുടെ നന്മ ഞാൻ കാണുകയും ആദരിക്കുകയും ചെയ്യും, അഭിനന്ദിക്കും. പക്ഷേ എൻ്റെ നന്മ എന്തെങ്കിലും ഉണ്ടോ ഞാനത് ഒട്ടും എനിക്ക് അതിൽ പ്രീതിപ്പെടാനില്ല, എനിക്ക് അഹങ്കരിക്കാനില്ല, അതിൽ പുകഴാനുമില്ല, പ്രശംസിക്കാനുമില്ല. എൻ്റെ നന്മ അതെനിക്ക് ചിന്താവിഷയമല്ല. മറ്റുള്ളവരുടെ നന്മയാണ് ഞാൻ കാണുന്നത്. എൻ്റെ തിന്മ ഞാൻ കാണണം, മറ്റുള്ളവരുടെ തിന്മ ഞാൻ കാണരുത്. ഇതാണ് സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹം
ഇതൊരു കൊടിയാണ്, സ്നേഹത്തിൻ്റെ കൊടി. ഈ കൊടി നമ്മൾ ഉയർത്തിപ്പിടിക്കണം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തുകൊള്ളണം, നമ്മുടെ കുടുംബജീവിതത്തിൽ ഈ സ്നേഹം പുലരുന്നുണ്ടോ? മാതാപിതാക്കൾ മക്കളോടുള്ള പെരുമാറ്റത്തിൽ ഈ സ്നേഹം ഉൾക്കൊള്ളുന്നുണ്ട്. തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് മക്കളെ സ്നേഹമാണ്, മക്കൾക്ക് മാതാപിതാക്കളെ സ്നേഹമാണ്. അപ്പൻ മകളുടെ കാര്യങ്ങളും മോൻ്റെ കാര്യങ്ങളും എല്ലാം വൃത്തിയായിട്ട് നോക്കും, ശരിയാണ്. എന്നാൽ പോലും മക്കളുടെ ഹൃദയത്തെ മുറിപ്പെടുന്ന രീതിയിൽ മാതാപിതാക്കൾ പെരുമാറരുത്. മക്കളുടെ ഹൃദയത്തെ മുറിപ്പെടുത്തരുത്, അവരെ വേദനിപ്പിക്കരുത്, അവരുടെ തെറ്റുകൾ വീണ്ടും വീണ്ടും പറഞ്ഞ് അവരെ പ്രകോപിപ്പിക്കരുത്. അവരെ സൗമ്യതയിൽ അവരെ ചേർത്തിരുത്തി അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു ദൈവവേദന ചെയ്യേണ്ടത് അതാണ്. ദൈവവേദന എപ്പോഴും മക്കളെപ്പോലും സ്നേഹത്തിൽ കൂടി എന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നതല്ല, അവർക്ക് നല്ല ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. പക്ഷേ അതല്ല, ഏറ്റവും വലുത് അവരുടെ ബലഹീനതകൾ നാം കണ്ട് അവരെ സ്നേഹിക്കണം. മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കണം, മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കണം. മാതാപിതാക്കളെ സ്നേഹം എങ്ങനെയാണ്? ബഹുമാനമാണത്, ആദരവാണ്. അപ്പൻ ഒരുപക്ഷെ കുറവുള്ള ആളായിരിക്കാം, ചിലപ്പോൾ മോൻ്റെ അത്രയും വിദ്യാഭ്യാസം ഇല്ലായിരിക്കും, മോളുടെ അത്രയും കഴിവില്ലായിരിക്കും, അത്രയും വംശമഹിമയോ കുടുംബകുലീനതയോ ഇല്ലായിരിക്കും. പക്ഷേ ഈ അപ്പൻ്റെയും അമ്മയുടെയും ആ നിലവാരത്തിൽ നിന്നുകൊണ്ട് നാം അവരെ കാണണം, അവരെ നാം ആദരിക്കണം, അവരെ അനുസരിക്കണം, മാതാപിതാക്കളെ അനുസരിക്കണം. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. മാതാപിതാക്കളെ അനുസരിക്കണം. അമ്മ പ്രായമായി അല്ലെങ്കിൽ അപ്പം പ്രായമായി, അപ്പന് ഇനി കഴിവൊന്നുമില്ല, അപ്പൻ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ മിണ്ടാൻ മടി, അതുമായിരിക്കും. അങ്ങനെ വരരുത്. അപ്പനെ ആദരിക്കണം. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടുകൂടി ആദ്യ കൽപ്പനയാകുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയെ ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടുകൂടി ആദ്യ കൽപ്പനയാകുന്നു. സ്നേഹം, ഇതെല്ലാം സ്നേഹത്തിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ ഓർത്തുകൊള്ളണം, നിങ്ങളുടെ മാതാപിതാക്കൾ അവർ മരിച്ചു പോയതിനു ശേഷം നിങ്ങൾ ഓർക്കുകയാണ്, കഷ്ടമോ ഞാൻ അപ്പനെ ഒന്നുകൂടെ കാര്യമായിട്ട് നോക്കിക്കൊള്ളായിരുന്നു, അപ്പനോട് ഞാൻ അഹങ്കാരത്തോട് പറയണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ അമ്മയോട് ഞാൻ നീരസപ്പെട്ട് പറയണ്ടായിരുന്നു, സംസാരിക്കണ്ടായിരുന്നു. ഇതൊക്കെ പറഞ്ഞ് ചിന്തിച്ചിട്ട് എന്താ പ്രയോജനം? നാം ഈ ഭൂമിയിൽ ജീവനോടിരിക്കുമ്പോൾ അവരെ മാനിച്ചു കൊള്ളണം. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അവരെ നാം കരുതിക്കൊള്ളണം. അവർക്ക് വേണ്ടി നാം ഏറ്റവും നല്ലത് ചെയ്തു കൊള്ളണം. ഭൂമിയിൽ ജീവനോടിരിക്കുന്ന കാലത്താണ് നാം ഇതെല്ലാം ചെയ്യേണ്ടത്. കടന്നു ചെയ്തതിന് ശേഷം അയ്യോ നഷ്ടപ്പെട്ടു പോയല്ലോ, അപ്പനങ്ങ് മരിച്ചു പോയി, ഇനി എങ്ങനെയാണ് അപ്പനുമായിട്ട് എനിക്ക് ഒരു ലൗകികമാകാൻ പറ്റുന്നത്, അയ്യോ അമ്മ അങ്ങ് മരിച്ചു പോയി, ഇനി ഞാൻ അമ്മയോട് സ്നേഹമായിട്ട് പെരുമാറുന്നത് എങ്ങനെയാണ് ചിന്തിച്ചിട്ട് പറയാനുമില്ല. അതുകൊണ്ട് ഈ ഭൂമിയിൽ നാം ജീവിക്കുന്ന കാലത്ത് നമുക്ക് നന്മയുണ്ടാകണം, ഭൂമിയിൽ ദീർഘായുസോടിരിക്കണം. അതിന് അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തോടെ ആദ്യ കൽപ്പനയാകുന്നു. മക്കളെ നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിപ്പീൻ, മാതാപിതാക്കളെ അനുസരിപ്പീൻ. ഒരുപക്ഷെ നമ്മുടെ അത്രയും കഴിവില്ലായിരിക്കും അല്ലേ, ഈ മോൻ്റെ അത്രയും കഴിവ് അപ്പനും അമ്മയ്ക്കും ഇല്ലായിരിക്കും, മോൻ്റെ അത്രയും വിദ്യാഭ്യാസം ഇല്ലായിരിക്കും, മോളുടെ അത്രയും പ്രാപ്തിയില്ലായിരിക്കും. പക്ഷേ അപ്പനാണ്, അമ്മയാണ്. അവരെ ആദരിച്ചു കൊള്ളണം, അവരെ അനുസരിച്ച് കൊള്ളണം, അവർ കീഴടങ്ങി നിന്ന് കൊള്ളണം, അവരെ മാനിച്ചു കൊള്ളണം. ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്, നഷ്ടം നമുക്കാണ്. അപ്പനെയും അമ്മയെ ആദരിച്ചില്ലെങ്കിൽ, അവരെ ബഹുമാനിച്ചില്ലെങ്കിൽ, അവരെ അനുസരിച്ചില്ലെങ്കിൽ നഷ്ടം നമുക്കാണ്. ഇപ്പോഴാണ് നിങ്ങൾ ഓർക്കേണ്ടത്, അയ്യോ അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ പല നഷ്ടങ്ങളും വരുത്തി വെച്ചല്ലോ, ഞാൻ വേണ്ടതുപോലെ ആദരിച്ചില്ലല്ലോ എൻ്റെ അപ്പനെ വേണ്ടതുപോലെ ഞാൻ കരുതിയില്ലല്ലോ. പ്രായമായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നെർവസ് സിസ്റ്റം, നമ്മുടെ നാഡി ഞരമ്പുകളെല്ലാം ബലഹീനമാകും. പ്രായമായി കഴിയുമ്പോൾ നമ്മുടെ ഓർമ്മശക്തികളൊക്കെ കുറഞ്ഞൊന്നു വരും, ചിലപ്പോൾ ഇത്തിരി അപാകതയൊക്കെ വന്നു വരും, ചില പെരുമാറ്റത്തിലൊക്കെ അപാകത ഉണ്ടായി വരും. വേണ്ടത്ര വിവേകത്തോടെയോ വേണ്ടത്ര പക്വതയോടെയോ ഒന്നും പെരുമാറാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ പ്രായമായവർ. അതിൽ നാം അസഹിഷ്ണുത കാണിക്കരുത്, നമുക്ക് പ്രയാസം തന്നരുത്. അത് ഞാനും ഇതുപോലെ പ്രായമാകുമ്പോൾ ഇതിലപ്പുറമായിരിക്കും എന്നോർത്തുകൊള്ളണം. ഈ ഞാനും ഇതേ പ്രായത്തിലെത്തുമ്പോൾ എന്തായിരിക്കും എൻ്റെ സ്ഥിതി, ഇതിനേക്കാൾ കഷ്ടമായിരിക്കും. അങ്ങനെ ഓർത്തുകൊള്ളണം. അപ്പോൾ നമുക്ക് അവരെ ആദരിക്കാൻ സാധിക്കും, അവരെ മാനിക്കാൻ സാധിക്കും. ഇതെല്ലാം സ്നേഹത്തിൽ നിന്നാണ്. അടുത്ത വാക്യം വായിച്ച്. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല. ഒരു നാളും ഉതിർന്നു പോകാത്തതാണ് സ്നേഹം. ഒരു നാളും വിട്ടുപോകുകയില്ല. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും. പ്രവാചകന് പ്രവചനപരമുണ്ട്, ദൈവത്തിൻ്റെ വചനം പറയാനുള്ള കൃപയുണ്ട്. പക്ഷേ പ്രവചനപരമോ അത് നിന്നു പോകും. ഭാഷാപരമോ അത് നിന്നു പോകും. വിവിധ ഭാഷകൾ പറയാനുള്ളതായ ആത്മാവിൻ്റെ ഭാഷയുണ്ട്, സ്വർഗീയ ഭാഷയുണ്ട്, ദൂതന്മാരുടെ ഭാഷയുണ്ട്, അറിയാം. പക്ഷേ അതും നിന്നു പോകും. വലിയ പരിജ്ഞാനമുണ്ട്, പക്ഷേ എത്ര നേരത്തേക്ക് അത് നിന്നു പോകും. ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കാനുള്ള കാര്യം പറയാം.
ഞാൻ B.Ed പഠിച്ചപ്പോൾ അന്ന് ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഒരു സുകുമാർ അഴീക്കോട് എന്ന് പറയുന്ന മഹാനായ ഒരു മനുഷ്യനായിരുന്നു. വളരെ അനുഗ്രഹീതനായ ഒരു നല്ല അധ്യാപകനായിരുന്നു സുകുമാർ അഴീക്കോട്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഞാൻ ഏറ്റവും മുൻപ് ഉള്ള ബെഞ്ചിലിരിക്കും. എനിക്ക് കാരണം അദ്ദേഹത്തിൻ്റെ ആ വിജ്ഞാനം ഇങ്ങനെ ഒഴുകുന്നത് കാണാനും കേൾക്കാനും വലിയൊരു കൗതുകമായിരുന്നു. ഞാൻ അദ്ദേഹം അസുഖമായി കിടക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ചിന്ത വന്നു. എന്തോ ഒരു ജ്ഞാനമാണ് അദ്ദേഹത്തിൻ്റെ തലച്ചോറിലുള്ളത്, എന്തുമാത്രം ജ്ഞാനമാണുള്ളത്. ഈ ജ്ഞാനമെല്ലാം പെട്ടെന്ന് ഇല്ലാതാകുമല്ലോ, അത് കിട്ടുകയില്ല. അദ്ദേഹം കുറച്ച് പുസ്തകങ്ങൾ എഴുതി, അതിൽ നിന്നും കൊള്ളാത്ത രീതിയിൽ എന്തുമാത്രം ജ്ഞാനം, വിജ്ഞാന പരാവാരം എന്ന് പറയുന്നത് പോലത്തെ മഹാസമുദ്രം പോലത്തെ വിജ്ഞാനം. അത് നഷ്ടപ്പെട്ടു പോകുമല്ലോ ഞാൻ ചിന്തിച്ചു. പിന്നെ ഞാൻ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളെല്ലാം ഞാൻ സംഭരിച്ചു. കിട്ടിയിടത്തുള്ള പുസ്തകങ്ങളെല്ലാം സംഭരിച്ചു, ഞാൻ വായിച്ചു. എനിക്ക് വളരെ 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 ബഹുമാനമുള്ള, വളരെ ഇഷ്ടമുള്ളൊരു അധ്യാപകനായിരുന്നു അദ്ദേഹം. എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഒരിക്കൽ. സെൻറ്റ് മേരീസ് കോളേജിൽ അദ്ദേഹം വന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ നിന്ന് വരാമെന്ന് ചോദിച്ചു. അദ്ദേഹം വരാമെന്ന് പറഞ്ഞു. വന്നു, ചായ കുടിച്ച് സന്തോഷമായിട്ട് കുറേ നേരം സംസാരിച്ചിരുന്നു. ഞാൻ ഓർക്കുന്നു, എന്തൊരു വിനയമുള്ള മനുഷ്യൻ. പ്രസംഗവേദിയിൽ കാണുന്നയാളല്ലത്. പ്രസംഗവേദിയിൽ കാണുമ്പോൾ സിംഹത്തെ പോലെ ഗർജിക്കുന്ന മനുഷ്യനാണ്, സിംഹത്തെ പോലെ ഗർജിക്കും. പക്ഷേ അദ്ദേഹം നമ്മുടെ നേരിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആളത്വം വളരെ മാർദ്ദവമുള്ള, വളരെ എളിമയുള്ള, വളരെ സാധുവായൊരു മനുഷ്യൻ. ഇത് വിജ്ഞാനമെല്ലാം പോയല്ലോ. ഓർക്കൂ, നിങ്ങൾ കേൾക്കൂ, ഒരു ദിവസം നമ്മുടെ ഇതുപോലെ പോകും. നമ്മുടെ ഈ തലച്ചോറും നിർജ്ജീവമാകും, നമ്മുടെ നെർവസ് സിസ്റ്റം നശിച്ചു പോകും, പ്രയോജനമില്ലാതായി തീരും. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച കുറയും, നമ്മുടെ കാതിൻ്റെ കേൾവി കുറയും, നമ്മുടെയും പ്രാപ്തി കുറയും. ഇന്ന് നമുക്ക് ചടുലമായി നടക്കാൻ പറ്റും, വളരെ ഊർജ്ജസ്വലമായി സംസാരിക്കാൻ പറ്റും, വളരെ കരുത്തായി നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ ഇതെല്ലാം എത്ര നാളത്തേക്ക്? എത്രയോ ചുരുങ്ങുന്ന നാളത്തേക്ക്. ഇത് കഴിയുമ്പോൾ ഞാൻ ഒന്ന് ഇല്ലാതായി തീരും. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് എപ്പോഴും നിലനിൽക്കുന്ന സ്നേഹമാണ്. സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകുകയില്ല. സ്നേഹം ഉതിർന്നു പോകുകയില്ല, നിലനിൽക്കുന്ന സ്നേഹമാണ്. മറ്റെല്ലാം മാറിപ്പോകും. സമ്പത്ത് മാറിപ്പോകുമല്ലോ. സമ്പത്ത് മാറിപ്പോകും, നമുക്കുള്ള പദവികൾ മാറിപ്പോകും, നമ്മുടെ സ്ഥാനമാനങ്ങൾ മാറിപ്പോകും. ഞാൻ ഓർക്കുന്നു, ഈ പ്രിൻസിപ്പലായിരുന്ന കാലത്ത് നിരന്തരം ഒരുപടി ഒപ്പിടണം. ഒരുപടി എന്ന് വെച്ചാൽ കുറച്ചൊന്നുമല്ല, എന്തുമാത്രം ഒപ്പാണ് വേണ്ടത്. അത് കഴിഞ്ഞ് ഞാൻ പ്രിൻസിപ്പൽ സ്ഥാനത്ത് പോയി വിരമിച്ചതിന് ശേഷം ഞാൻ ഓർക്കുകയാണ്, ഇപ്പോൾ ഇനി ഞാൻ ഒപ്പിട്ടാൽ എന്താ വിലയുള്ളത്? എൻ്റെ ഒപ്പിൻ്റെ വില പോയി. ഞാൻ അവിടെ ഇരുന്നപ്പോഴെനിക്ക് ഒപ്പിന് വിലയുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് പോയി ഓഫീസ് വിട്ടു. ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒപ്പിനൊരു വിലയുമില്ല. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതം എത്രയേ ഉള്ളൂ. നിലനിൽക്കുന്നത് എന്താണ്? സ്നേഹം ഏതാണ്? സ്നേഹം ക്രിസ്തുവാണ്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവാണ് സ്നേഹം. നിങ്ങൾ മറക്കരുത്, ക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമാണ്, അതാണ് നിലനിൽക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നാം ജയിച്ചു. വാസ്തവത്തിൽ ഒരുപക്ഷേ ആഹാരത്തിന് മാർഗ്ഗം ഇല്ലെങ്കിലും ശരി, നല്ല വസ്ത്രമില്ലെങ്കിലും ശരി, ഒരുപക്ഷേ നമുക്ക് നല്ല ആരോഗ്യമില്ലെങ്കിലും ശരി, ഒരുപക്ഷേ രോഗമുണ്ടെങ്കിലും ശരി, ഇതെല്ലാം ഉണ്ടെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ, ആ സ്നേഹത്തിൻ്റെ ആർദ്രതയുണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ സൗമ്യതയുണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ ദീർഘക്ഷമയുണ്ടെങ്കിൽ നാം ജയിക്കും. നമുക്ക് മുന്നോട്ട് പോകാം. സ്നേഹത്തിൻ്റെ കൊടി. പിന്നെയും അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. അവിടെ കുറച്ചൊക്കെ അറിയാവുള്ളൂ, അംശമായി മാത്രം. എല്ലാം ഒന്നും അറിയാൻ പറ്റിയിട്ടില്ല. ഉണ്ടോ? ഇല്ലല്ലോ. ആർക്കും സാധിച്ചിട്ടില്ല. എല്ലാം ഒന്നും അറിയാൻ പറ്റുകയില്ല. ആർക്കും എത്ര ഉന്നതനായ പണ്ഡിതന് പോലും എല്ലാം അറിയണമെന്നില്ല, എല്ലാം ഗ്രഹിക്കണമെന്നില്ല. അംശമായി മാത്രമേ നാം അറിയുന്നു, അംശമായി മാത്രമേ നാം പ്രവചിക്കുന്നു, അംശമായത് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. എന്നാൽ പൂർണ്ണമായത് വരുമ്പോഴോ അംശമായി നീങ്ങിപ്പോകും. അടുത്ത വാക്യം. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിൻ്റെ പ്രായത്തിൽ ആ രീതിയിലൊക്കെ ഞാൻ ചിന്തിച്ചുള്ളൂ. ഞാൻ പ്രാപ്തിയുള്ളനായി തീർന്നപ്പോൾ ശിശുവിനുള്ളത് ഞാൻ ത്യജിച്ചു കളഞ്ഞു. സ്നേഹത്തിൽ വർദ്ധിച്ച് നിറവോടെ വരുമ്പോൾ നമ്മുടെ ബാല്യചാബല്യങ്ങൾ എല്ലാം മാറും. ബാല്യചാബല്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ പല പല ചാബല്യങ്ങളുണ്ട്, പല അപക്വമായ ചില ചിന്താഗതികളുണ്ട്, പക്വതയില്ലാത്ത ചിന്താഗതികളുണ്ട്. അതെല്ലാം മാറിപ്പോകും. നാം ഒരു ഉന്നതമായ ആന്തരിക സ്വസ്ഥതയുള്ള, ശ്രേഷ്ഠതയുള്ള, സനാതന മൂല്യമുള്ള ഒരു മഹത് ജീവിതമായി നമ്മുടെ ജീവിതം മാറും. ദൈവത്തിന് സ്തോത്രം. അത് അനുഗ്രഹീതമായൊരു അനുഭവമാണ്. നമ്മുടെ ജീവിതം നമുക്ക് മാത്രം പ്രയോജനപ്പെടാനുള്ളതല്ല. ഈ ഭൂമിയിൽ എനിക്ക് കിട്ടിയ ആയുസ് എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രമുള്ളതല്ല. അത് അനേകർക്ക് പ്രയോജനപ്പെടേണ്ടതാണ്. അനേകർക്ക് പ്രയോജനപ്പെടണം. എൻ്റെ ദൈവത്തിന് പ്രയോജനപ്പെടണം, അതോടൊപ്പം എൻ്റെ സഹജീവികൾക്ക് പ്രയോജനപ്പെടണം.
ഇല്ലെങ്കിൽ ഒരു ജീവിതം വ്യർത്ഥമാണ്. കുറേ കാലം ജീവിച്ചു, ഭക്ഷണം കഴിച്ചു, വീട് വെച്ചു, മക്കളെ വളർത്തി, മക്കളെ പഠിപ്പിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തു, അവസാന ഒരു ദിവസം ഇതാ കടന്നുപോയി, അളങ്ങ് തീർന്നു. പിന്നെ ഒന്നുമില്ല. തീർന്നു പോകേണ്ടതല്ല ഈ ജീവിതം. നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹീതമായ വശങ്ങൾ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടതാണ്. വരുംകാല തലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ടതായ അനുഗ്രഹീതമായ ചില അംശങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് സ്നേഹമാണ്. എന്നും ഞാൻ എന്ന് പറയുന്ന മനുഷ്യനെ കടന്നു പോകും, നിങ്ങൾ ഓരോരുത്തരും കടന്നു പോകും. പക്ഷേ നമ്മുടെ അനന്തര തലമുറ നമ്മെ നോക്കുന്നത് എങ്ങനെയായിരിക്കും? അനന്തര തലമുറ നമ്മെ കാണുന്നത് എങ്ങനെയായിരിക്കും? ഞങ്ങളുടെ ഭവനത്തിൽ ഒരു വിശുദ്ധനായ ഒരു ദൈവപുരുഷനുണ്ടായിരുന്നു, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ദൈവദാസനുണ്ടായിരുന്നു, ഞങ്ങളുടെ കുടുംബത്തിൽ ഭക്തിയുള്ളൊരു ദൈവവൈദ്യനുണ്ടായിരുന്നു എന്ന് നമ്മുടെ അനന്തര തലമുറ പറയുമോ? മക്കളോ മക്കളുടെ മക്കളോ മക്കളുടെ മക്കളോ പറയുമോ? പ്രിയപ്പെട്ടവർ, അങ്ങനെ നമുക്കൊരു അനുഗ്രഹീതമായൊരു സാക്ഷ്യം വേണം. ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. സ്നേഹമാകുന്ന യേശുവിനെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതം നയിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ശത്രു കൊടി നാട്ടിയിരിക്കുന്നിടത്തെല്ലാം എൻ്റെ യേശുവിൻ്റെ ജയമുള്ള സ്ലീവ സ്ഥാപിക്കണമേ. മുട്ടക്കൊന്നിന്മേൽ കൂടി ഉയർത്തണമേ. ഇന്നെല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരെയും കൃപയിൽ കാക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.